വില റീസണബിളാണ്. എത്ര നാളായിട്ട് സ്റ്റുഡിയോയിൽ നിന്ന് എടുക്കുന്നുണ്ട്? ഞാനൊരു 3-4 വർഷമായി. മൊത്തം നല്ല അഭിപ്രായമാണ്. അതെ അതെ, നല്ല അഭിപ്രായം. റീസണബിളായിട്ട് തോന്നിയത് സ്റ്റുഡിയോൻ്റെ. നിഷേധം ഉള്ളതുകൊണ്ട് അറിഞ്ഞു. അതെ, ഒരു പരസ്യമായി എന്നാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാൻ പ്രതിഷേധം കണ്ടപ്പോഴാണ് ഞാനിപ്പോൾ വന്ന് നോക്കിയത്. ப்ரைஸ் ஓகே, எல்லாமே நார்மலாக இருக்குது. ஓகே, நார்மல் பட்ஜெட்டாக இருக்குது. இப்போ செகண்ட் டைம் வந்திருக்கு, நல்லா பர்ச்சேஸ் பண்ணியிருக்கு. ഈ ടാറ്റയ്ക്കെതിരെയുള്ള പ്രതിഷേധം അറിഞ്ഞാണോ? അറിഞ്ഞിരുന്നു. അത് കുറച്ചും കൂടി ഫേമസ് ആക്കി സ്റ്റുഡിയോനെ, സത്യം പറഞ്ഞാൽ. അത് അറിയാത്തവരും പറഞ്ഞു. സ്റ്റുഡിയോയ്ക്കെതിരെ ഇപ്പോൾ ഒരു പ്രതിഷേധം നടക്കുന്ന അറിഞ്ഞായിരുന്നു, പക്ഷേ എനിക്കതിനോട് യോജിപ്പില്ല. കുഴപ്പമില്ലാതെ എനിക്ക് തോന്നുന്നു. അതാണ് ഓരോ സമയം ഓരോ പ്രതിഷേധങ്ങളാണ്. സ്റ്റുഡിയോയുടെ കൂടെ പ്രതിഷേധം, സ്റ്റുഡിയോ ആയിട്ട് പ്രതിഷേധം. അതൊന്നും സാധാരണക്കാർ കാര്യമാക്കുന്നില്ല. നമ്മൾ കസ്റ്റമേഴ്സിന് അറിയാമല്ലോ ഇവിടുത്തെ അവർ പ്രൊവൈഡ് ചെയ്യുന്ന എന്താണ് പബ്ലിസിറ്റി ഇല്ലെന്ന് ആര് പറഞ്ഞു? സ്റ്റുഡിയോയിൽ നിന്ന് തുണി മേടിക്കുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമല്ലോ, അങ്ങനെ അറിയില്ല. ബാക്കിയുള്ളതിനൊക്കെ കുറച്ചും കൂടെ അഫോർഡബിൾ ആണ്. നമുക്ക് കുറച്ച് പ്രൈസൊക്കെ നമുക്ക് സാധാരണക്കാർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള. ഇപ്പോൾ ആളുകൾ കൂടുതൽ കയറാൻ തുടങ്ങി. ഇപ്പോൾ നിങ്ങൾ തന്നെ കണ്ടില്ലേ? സ്റ്റുഡിയോയ്ക്കെതിരെ SIയുടെ വലിയ പ്രതിഷേധം നടക്കുകയാണ്. അവർ പറയുന്നത് സ്റ്റുഡിയോ ബഹിഷ്കരിക്കണമെന്നൊക്കെയാണ്. പക്ഷേ എല്ലാ സ്റ്റുഡിയോയുടെ ഷോറൂമുകളിലേക്കും വലിയ രീതിയിൽ ആളുകൾ ഇടിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം ദേവിപുരത്തെ സ്റ്റുഡിയോയുടെ ഷോറൂമിലാണ്. ഇവിടുത്തെ ജനങ്ങളുടെ പ്രതികരണം നമുക്കത് തേടാം. പ്രോഡക്റ്റ് എങ്ങനെയുണ്ട്, വില എങ്ങനെയുണ്ട്, പ്രതിഷേധത്തെ എങ്ങനെ കാണുന്നു, പരിശോധിക്കാം. എങ്ങനെയുണ്ട് ടാറ്റയുടെ പ്രോഡക്റ്റുകളൊക്കെ? ഞങ്ങൾ ഇന്ന് ആദ്യമായിട്ടാണ് കയറിയിട്ടുള്ളൂ, നോക്കിക്കൊണ്ടിരിക്കണുള്ളൂ. വിലയൊക്കെ എങ്ങനെയുണ്ട്? വില കുഴപ്പമില്ല, സാധാരണക്കാർക്ക് പറ്റിയതാണ്. ഈ ആദ്യമായിട്ട് വരുന്ന എങ്ങനെയാണ് ഇത് അറിഞ്ഞത് സ്റ്റുഡിയോയെ പറ്റി? നമ്മുടെ ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ എന്താ പ്രതിഷേധം നടക്കുന്നുണ്ട്. അതുകൂടി ഒരു പരസ്യമായി, പ്രതിഷേധം പരസ്യമായി. ഇപ്പോൾ പ്രതിഷേധം ഉള്ളതുകൊണ്ട് അറിഞ്ഞു. അതെ, ഒരു പരസ്യമായി എന്നാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാൻ പ്രതിഷേധം കണ്ടപ്പോഴാണ് ഞാനിപ്പോൾ വന്ന് നോക്കിയത്. വില റീസണബിളാണ്. എത്ര നാളായിട്ട് സ്റ്റുഡിയോയിൽ നിന്ന് എടുക്കുന്നുണ്ട്? ഞാനൊരു 3-4 വർഷമായി. മൊത്തം നല്ല അഭിപ്രായമാണ്. അതെ അതെ, നല്ല അഭിപ്രായമാണ്. എല്ലായിടത്തും പോയി എല്ലാം സ്റ്റുഡിയോയിൽ നിന്ന് തന്നെയാണോ വാങ്ങുന്നത് അതോ? അല്ല, ഞാൻ എല്ലാ ഷോപ്പുകളിലും പോവാറുണ്ട്, സ്റ്റുഡിയോയിലും വരാറുണ്ട്. റീസണബിളായിട്ട് തോന്നിയത് സ്റ്റുഡിയോൻ്റെ. ப்ரைஸ் ஓகே, எல்லாமே நார்மலாக இருக்குது. ஓகே, நார்மல் பட்ஜெட்டாக இருக்குது. இப்போ செகண்ட் டைம் வந்திருக்கு, நல்லா பர்ச்சேஸ் பண்ணியிருக்கு. போதும் மதி. தாராளமாக வரலாம். சாதாரண யாருனாலும் தாராளமாக வந்து பர்ச்சேஸ் பண்ணலாம். எனக்கு இப்போ தான் தெரியுது, அதனால் இப்போ வந்து பர்ச்சேஸ் பண்ணுது. വിലയൊക്കെ നമുക്ക് താങ്ങാവുന്ന വിലയേ ഉള്ളൂ. 1000 രൂപയ്ക്ക് താഴെയല്ല. സാധാരണക്കാർക്ക് പറ്റാവുന്ന റേറ്റൊക്കെ തന്നെ ഉള്ളൂ. ടാറ്റയ്ക്കെതിരെയുള്ള പ്രതിഷേധം അറിഞ്ഞാണോ? അറിഞ്ഞിരുന്നു. അത് കുറച്ചും കൂടി ഫേമസ് ആക്കി സ്റ്റുഡിയോനെ, സത്യം പറഞ്ഞാൽ. അത് അറിയാത്തവരും പറഞ്ഞു. ഇവിടുത്തെ വില നിലവാരമൊക്കെ ഇപ്പോൾ കയറിയപ്പോഴാണ് അറിഞ്ഞത്. ഞാൻ ഇന്നലെ വന്ന ആദ്യമായിട്ട്. അത് നന്നായി എന്തെങ്കിലും പ്രതിഷേധം ടാറ്റയ്ക്ക് ഗുണമായി. പരസ്യം വേണ്ട, അല്ലെങ്കിൽ ഇവർക്ക് പരസ്യമില്ലല്ലോ. അപ്പോൾ ഇതുകൊണ്ട് ഗുണമായി. മറ്റ് കടകളെക്കാളും വ്യത്യസ്തമാക്കുന്നത് എന്താണ് ഇവിടെ? പ്രൈസ് തന്നെയാണ്. ക്വാളിറ്റി കുഴപ്പമില്ല, ഫൈൻ. സ്റ്റുഡിയോയ്ക്കെതിരെ ഇപ്പോൾ ഒരു പ്രതിഷേധം നടക്കുന്ന അറിഞ്ഞായിരുന്നു, പക്ഷേ എനിക്കതിനോട് യോജിപ്പില്ല. കുഴപ്പമില്ലാതെ എനിക്ക് തോന്നുന്നു. ഞങ്ങളുടെ സ്ഥിരം റെഗുലർ കസ്റ്റമറാണ്. വിലയൊക്കെ അഫോർഡബിൾ ആണ്, സാധാരണ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ്. സ്റ്റുഡിയോയ്ക്കെതിരെ ഇപ്പോൾ പ്രതിഷേധം അറിഞ്ഞായിരുന്നു. അതാണ് ഓരോ സമയം ഓരോ പ്രതിഷേധങ്ങളാണ്. സ്റ്റുഡിയോയുടെ കൂടെ പ്രതിഷേധം, സ്റ്റുഡിയോ ആയിട്ട് പ്രതിഷേധം. അതൊന്നും സാധാരണക്കാർ കാര്യമാക്കുന്നില്ല. നമ്മൾ കസ്റ്റമേഴ്സിന് അറിയാമല്ലോ ഇവിടുത്തെ അവർ പ്രൊവൈഡ് ചെയ്യുന്ന എന്താണ്. അതങ്ങനെയാണല്ലോ, എന്തും വിവാദമാകുമ്പോഴാണല്ലോ അവരുടെ മാർക്കറ്റിംഗ് കൂടുന്നത്. പൊതുവെ പറയുകയാണെങ്കിൽ നമുക്ക് കുറച്ച് അഫോർഡബിളായിട്ട് ഡ്രസ്സൊക്കെ എടുക്കാറുണ്ട്. പിന്നെ കുറച്ച് കാഷ്വൽ വെയേഴ്സ്, പിന്നെ നമുക്ക് ഡെയിലി ഇടാനായിട്ട് പറ്റുന്ന ടൈപ്സ് വെയേഴ്സൊക്കെ. ഓക്കെ, ഇപ്പോൾ എടുത്തിടത്തോളം നല്ല സാധനങ്ങളാണ്, തുണികളും കുഴപ്പമൊന്നുമില്ല. പ്രൈസ് അഫോർഡബിൾ ആണ്, കുഴപ്പമില്ല. എങ്ങനെയാണ് സ്റ്റുഡിയോ അറിഞ്ഞത്? സ്റ്റുഡിയോ അറിയാത്തായിട്ട് ആരും ഇല്ലല്ലോ. അതെ, പക്ഷേ പബ്ലിസിറ്റി ഒന്നുമില്ല. പബ്ലിസിറ്റി ഇല്ലെന്ന് ആര് പറഞ്ഞു? സ്റ്റുഡിയോയിൽ നിന്ന് തുണി മേടിക്കുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമല്ലോ, അങ്ങനെ അറിയില്ലോ. അതെ, ഞാൻ ട്രൈ ചെയ്തിട്ടില്ല, ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. പ്രൈസൊക്കെ കണ്ടിട്ട് കുഴപ്പമില്ല, നല്ല. എങ്ങനെയാണ് അറിഞ്ഞത് സ്റ്റുഡിയോയെ പറ്റി? സ്റ്റുഡിയോ എല്ലാവർക്കും അറിയാവുന്ന ബ്രാൻഡാണല്ലോ. ബാക്കിയുള്ളതിനൊക്കെ കുറച്ചും കൂടെ അഫോർഡബിൾ ആണ്. നമുക്ക് എന്താണ് ഇവിടുന്ന് ഏറ്റവും കൂടുതൽ വാങ്ങാൻ? ഇവിടുന്ന് ഈ ചുരിദാറിൻ്റെ മെറ്റീരിയലും പിന്നെ ടോപ്പൊക്കെ വാങ്ങിക്കാം. കുറച്ച് പ്രൈസൊക്കെ നമുക്ക് സാധാരണക്കാർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള. ആദ്യമായിട്ട് വരിക,
കുട്ടികളെ ഫേസ്ബുക്കിൽ കണ്ടപ്പോഴേക്ക് ഇറങ്ങിയതാണ്. എന്താ പേര്? നിഹാൽ. എത്ര കുറേ നാളായിട്ട് ഇവിടുത്തെ കസ്റ്റമറാണ്? ഇവിടുത്തെ കസ്റ്റമർ. പ്രോഡക്റ്റ് ഒക്കെ എങ്ങനെയുണ്ട്? പ്രോഡക്റ്റ് ഒക്കെ ലോങ് ലാസ്റ്റിംഗ് ആണ്, കുഴപ്പമില്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. സാധാരണക്കാർക്കൊക്കെ വാങ്ങാം. വാങ്ങാം. ടാറ്റയുടെ സംരംഭമാണെന്ന് അറിയാം. അതെ അതെ അറിയാം, എല്ലായിടത്തും ഉണ്ടല്ലോ. ഇവിടെ ആദ്യമായിട്ട് വരിക. എങ്ങനെയുണ്ട് പ്രൈസിംഗ് ഒക്കെ? കുഴപ്പമില്ല, നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ചേട്ടാ ഒരുപാട് നാളായിട്ട് ഇവിടെ മേടിക്കുന്ന ആളാണോ? അല്ല, ഞാൻ പുതുതായിട്ട് വന്നാ. എങ്ങനെയുണ്ട് ഇവിടുത്തെ പ്രൈസിംഗ് ഒക്കെ? കുഴപ്പമില്ല, സാറ്റിസ്ഫൈഡ്, താങ്ങാവുന്നേ. ഈ ഇവർക്കെതിരെയുള്ള പ്രതിഷേധം അറിഞ്ഞായിരുന്നു? അറിഞ്ഞിട്ടുണ്ട്. എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത്? അതൊന്നും ആവശ്യമില്ലാതെ എന്ന് തോന്നിയുള്ളൂ. അറിഞ്ഞപ്പോൾ ആളുകൾ കൂടുതൽ കയറാൻ തുടങ്ങി. ഇപ്പോൾ നിങ്ങൾ തന്നെ കണ്ടില്ലേ, നല്ല ബിസിയായി. കുഴപ്പമില്ല, അഫോർഡബിൾ ആണ്. അതെ, സാധാരണക്കാർക്കൊക്കെ വാങ്ങാവുന്നതാണല്ലേ? അഫോർഡബിൾ ആണ്. ക്വാളിറ്റി കുഴപ്പമില്ല, നമുക്ക് ക്വാളിറ്റി ഇതാ കിട്ടുന്നത്. ഓക്കെയാണ്. നല്ല പ്രോഡക്റ്റാണ്, എല്ലാം റീസണബിളാണ്, സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റിയതാണ് എല്ലാം. ടാറ്റയുടെ സംരംഭമാണെന്ന് അറിയാമോ? അറിയാം. ഞങ്ങളുടെ സ്റ്റുഡിയോയിൽ സാധനങ്ങൾ ഒത്തിരി മേടിക്കാറുണ്ട്. നല്ല സാധനങ്ങളാണ്, നല്ല ബ്രാൻഡഡ് സാധനങ്ങളാണ്. ഞങ്ങളുടെ നാട്ടിലും വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ തലയോലപ്പറമ്പിൽ പുതിയതായിട്ട് തുടങ്ങാൻ പോകണമെന്ന് പറയുന്നത്. വിവാദങ്ങളോടൊക്കെ പോകാൻ പറഞ്ഞുകൊണ്ടാണ് ആളുകൾ സ്റ്റുഡിയോയിലേക്ക് ഇടിച്ചു കയറുന്നത്. കഴിഞ്ഞ 2-3 ദിവസമായി സ്റ്റുഡിയോയിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. എല്ലാ സ്റ്റുഡിയോയുടെ ഷോറൂമുകളിലും വലിയ സെയിൽ നടക്കുന്നുണ്ട്. പ്രതിഷേധങ്ങളൊന്നും കാര്യമാക്കുന്നില്ല. പ്രോഡക്റ്റുകൾ നല്ലതാണെങ്കിൽ അവിടെ ആരായാലും വന്ന് എടുക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൊച്ചിയിൽ നിന്നും ടി എ അഭിശങ്കറിനൊപ്പം ആർ പിയൂഷ്, മറുനാട് TV.